ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്ലീഹാ നോമ്പിൻ്റെ നുറുങ്ങ് ചിന്തകൾ നാം പങ്കുവെക്കുകയാണല്ലോ. ശ്ലീഹാ നോമ്പിൽ ശ്ലീഹന്മാരെ എന്തിന് നിയമിച്ചു എന്ന് ഇന്നലെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത് എന്തിനാണ്? ഒന്ന്, ഇന്നലെ പറഞ്ഞു തന്നോട് കൂടെ ഇരിക്കാനാണ്. രണ്ടാമത്തത്, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനാണ്. ശ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ ഒരു ശ്ലീഹയായിരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം കർത്താവിൻ്റെ അടുത്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ശിഷ്യനാണ്. എപ്പോഴും ഇങ്ങനെ ഗുരുവിൻ്റെ അടുത്തിരിക്കുന്നവർ പേര് ശിഷ്യൻ എന്നാണ്. അവർ പുറത്തു പോകണമെന്നില്ല. ഹി ക്യാൻ ലേൺ, ഹി ക്യാൻ സ്റ്റേ വിത്ത് ദി ഗുരു. അവർക്ക് ആ ഗുരുവിൻ്റെ അടുത്ത് താമസിക്കാൻ കുഴപ്പമില്ല. എന്നാൽ ശ്ലീഹ വരുമ്പോഴേക്ക് വ്യത്യാസമായി. ശ്ലീഹ അടുത്തിരിക്കുന്നവനും പിന്നീട് പ്രസംഗിക്കേണ്ടതിന് അയക്കപ്പെടുന്നവനുമാണ്. ഇപ്പം ഈ അയക്കപ്പെടൽ എന്നുള്ള ഒരു കാര്യം ഇല്ലാതെയായി പോയാൽ ശ്ലീഹാത്വം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഈ അയക്കപ്പെടുന്ന ആ ക്വാളിറ്റി, അല്ലെങ്കിൽ സെൻഡിങ് ഔട്ട് എന്ന് പറയുന്ന ആ ക്വാളിറ്റി നമ്മൾ ഈ ശ്ലീഹാ നോമ്പിൽ ഇംബൈബ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗോസ്പലിനെ പറ്റി ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദ ഹോൾ ഓഫ് ഗോസ്പൽ ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ 2 words: കം ആൻഡ് ഗോ. 2 വാക്കുകളിൽ നമുക്ക് ഗോസ്പലിനെ മുഴുവനും സമ്മറൈസ് ചെയ്യാൻ പറ്റും, ചുരുക്കി എഴുതാം. എന്തൊക്കെയാണ്? കം ആൻഡ് ഗോ. യേശുക്രിസ്തു നിന്നെ വിളിക്കുന്നു, നീ അവിടെ പോയി കർത്താവിൻ്റെ സാമീപ്യത്തിലും കർത്താവിൻ്റെ ആ വലിയ കൃപയിലും അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചത്തിലും ജീവിച്ചിട്ട് പ്രകാശിതനായി നീ പ്രകാശവുമായി ലോകത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്: യു ഗോ ഔട്ട്. നിങ്ങൾ പുറത്തേക്ക് പോവുക. പള്ളിക്കകത്തിരിക്കാൻ വേണ്ടിയല്ല നമ്മളെ കുർബാനയ്ക്ക് വിളിക്കുന്നത്. മണിയടിക്കുന്ന എന്തിനാണ്? നിങ്ങൾ പള്ളിയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടാണ്. മണിയടിക്കുന്ന അതിനാണ്. യു കം. പള്ളിയിൽ നിന്ന് ലാസ്റ്റിൽ നമ്മളെ ഡിസ്മിസ് ചെയ്യുകയാണ്. യു ഗോ ഔട്ട്. എങ്ങനെ? നമ്മുടെ കർത്താവിനെയും കൊണ്ടുപോകണം. നിങ്ങൾ ലഭിച്ചിരിക്കുന്ന കർത്താവിനെയും കൊണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വരപ്രസാദത്തോടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഉൾവെളിച്ചത്തോടെ നിങ്ങൾ പോകണം. യു ഗോ ഔട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നാളായിട്ട് യേശുവിനെ പറ്റി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എത്രയോ സ്നേഹവാനായ കർത്താവ് നമ്മെ നമ്മുടെ ജീവനേക്കാൾ, അവൻ്റെ ജീവനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ പറ്റി ആരോടെങ്കിലും പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തെപ്പറ്റി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ശ്ലീഹാ നോമ്പിൽ നമ്മോട് കർത്താവ് ആവശ്യപ്പെടുന്നു, നിന്നെ ഒരു ക്രിസ്ത്യാനിയായി, ശിഷ്യനായി വിളിച്ചിരിക്കുന്നത് ശ്ലീഹാത്വത്തിൻ്റെ ഈ ക്വാളിറ്റി കൂടെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. കേവലം യേശു ക്രിസ്തുവിൻ്റെ അടുത്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നീ പുറത്തുപോയി. അതുകൊണ്ടാണല്ലോ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലേക്ക് വരാനായിട്ട് ചീട്ട് വീഴുമ്പോൾ മാർത്തോമാ ശ്ലീഹായ്ക്ക് ഭയങ്കര അമ്പരപ്പായിരുന്നു, അന്താളിപ്പായിരുന്നു. ഈ കറുത്തവരുടെ ദേശത്തേക്ക് ഞാൻ എങ്ങനെ പോകും എന്ന് വളരെ വിഷണ്ണനായിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ടും ആ ശ്ലീഹ ഈ ഭാരതദേശത്തേക്ക് എത്രയോ ദൂരത്തിലാണ്. അന്നത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഭാരതം എത്രയോ ദൂരെയാണ്. ആ ഇരുളടഞ്ഞ ഈ ഭാരതത്തിലേക്ക് അന്ന് വന്ന 2000 വർഷം മുമ്പ് തോമാ ശ്ലീഹ കത്തിച്ചു വെച്ച ആ സുവിശേഷ വെളിച്ചമാണ് ഇന്ന് ഞാൻ എന്നിലും നിങ്ങളിലും തിളങ്ങുന്നത് എന്നോർക്കുക. മാർത്തോമായുടെ പിൻഗാമികൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സെൻഡിങ് ഔട്ട്, ഗോയിങ് ഔട്ട് എന്ന് പറയുന്ന ആ വലിയ പ്രത്യേകത നാം ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കണം. അതായിരിക്കട്ടെ ഈ ശ്ലീഹാ നോമ്പിൻ്റെ മറ്റൊരു ലക്ഷ്യം. ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.